ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അതിനെതിരായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ അളവ് കപ്പിന് 250 ml കപ്പിന് 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസിന്റെ അളവിൽ ചെറുപയറും അതുപോലെ ബാക്കിയെല്ലാം ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ അളന്നിട്ട് എടുക്കാം. ഇനി ചെറുപയർ വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കുത്തു വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതിന്റെ വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ കുറച്ച് സമയം ഇട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ ടവലിൽ ഒന്ന് തുടച്ചിട്ടെടുത്താലും മതി. ഇപ്പൊ ഞാൻ അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ മാറി, ചെറിയൊരു നനവുണ്ട്, കുഴപ്പമൊന്നുമില്ല. വെള്ളം മുഴുവനും മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ചെറുപയർ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ, ഈ ചെറുപയറിന്റെ നിറം ഒന്ന് മാറണം, അതുവരെയും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പൊ ചെറുപയറിന്റെ നിറമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. കണ്ടില്ലേ, ചെറിയൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് മാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ പയർ എത്ര കപ്പാണോ എടുത്തിട്ടുള്ളത് ആ കപ്പിന്റെ അളവിൽ തന്നെ 1 കപ്പ് നിലക്കടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോ പച്ച നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് റോസ്റ്റ് ചെയ്യാത്ത പച്ച നിലക്കടല ആയതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ തൊലി നമ്മൾ പിടിച്ചു നോക്കുന്ന സമയത്ത് അതിന്റെ തൊലിയൊക്കെ നമുക്ക് മാറി കിട്ടണം. അപ്പൊ അത് നിലക്കടലയും റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചൂട് മാറി കഴിഞ്ഞതിന് ശേഷം അതിന്റെ തൊലിയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി വീണ്ടും ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ്, നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് എത്രയാണോ കയ്യിലുള്ളത് അത്രയും കുറച്ച് കശുവണ്ടി പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 2 ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പിന്റെ ഒക്കെ നിറമൊക്കെ മാറി ഉണക്കമുന്തിരി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നെയ്യിൽ നിന്ന് നമുക്ക് കോരി മാറ്റി വെക്കാം. ബാക്കി വന്ന അതേ നെയ്യിൽ തന്നെ നമ്മൾ എത്രയാണോ ചെറുപയറും നിലക്കടലയൊക്കെ എടുത്തിട്ടുള്ളത് അതേ കപ്പിന്റെ അളവിൽ തന്നെ 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ തേങ്ങയുടെ വെള്ളത്തിന്റെ നനവൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി ചെറുതായിട്ടൊന്ന് ഗോൾഡൻ നിറം ആയാൽ മതി. ഒരുപാട് ഗോൾഡൻ നിറം ആവണ്ട. ഒരുപാട് നാളെ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഇതൊന്ന് തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് പകരമായിട്ട് കൊപ്ര ഉണ്ടെന്നുണ്ടെങ്കിൽ കൊപ്ര പൊടിച്ച് ചേർത്താലും മതി. അപ്പൊ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ചൂട് മാറാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ ചെറുപയറിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 5-6 ഏലക്ക അതിന്റെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ തരി മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ പയർ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ നിലക്കടല ചൂട് മാറിയിട്ട് അതിന്റെ തൊലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാം. അപ്പൊ നിലക്കടലയും തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നിലക്കടല പൊടിച്ചത് ബൗളിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ വറുത്തെടുത്ത് വെച്ച തേങ്ങ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. വീണ്ടും ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക്
ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഓർഗാനിക് ശർക്കരയാണ്, പൊടിച്ചെടുത്തിട്ടുള്ള ഓർഗാനിക് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഇടുകല്ല് വെച്ച് ഇടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കല്ലും മണ്ണും ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുകി വന്നതിന് ശേഷം അരിച്ചൊഴിച്ചിട്ട് വീണ്ടും ഒരു നൂൽ പാവം ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. ഇപ്പൊ ഞാനിപ്പോ ഓർഗാനിക് ശർക്കര ആയതുകൊണ്ട് കല്ലും മണ്ണ് അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അരിച്ചൊഴിക്കുന്നില്ല. കുറച്ച് സമയം ഇതുപോലെ ഇളക്കി പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ പിടിച്ചു നോക്കാം. പിടിച്ചു നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതിന്റെ ചൂട് മാറിയിട്ട് വേണം പിടിച്ചു നോക്കാനായിട്ട്, അല്ലെങ്കിൽ കൈ പൊള്ളി പോകും. അപ്പൊ പിടിച്ചു നോക്കുന്ന സമയത്ത് ഒരു നൂല് പോലെ വരും ശർക്കര പാനി. അപ്പോൾ നമുക്ക് പൊടിച്ചു വെച്ചതെല്ലാം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടിച്ചു വെച്ചതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചൂട് ജസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ ഇതിന്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഒരുപാട് ചൂട് മാറാൻ നിൽക്കരുത്, എന്നാൽ പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ചെറിയൊരു ചൂടോട് കൂടി തന്നെ കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളാക്കി വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. മുന്തിരിക്കൊത്തിരി അങ്ങനെയാണല്ലോ, വലിയ ഉരുളകളല്ല, ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ ചൂട് ഫുള്ളായിട്ട് മാറി കഴിയുന്ന സമയത്ത് നല്ലോണം കട്ടിയാവും. ഇനി ഇതിനൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മള് ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം ഇതിനായിട്ട് എടുക്കാൻ. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിലും ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണേ. അപ്പൊ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്. നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ലാസ്റ്റിൽ എത്ര കപ്പ് വെള്ളം ഒഴിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഞാനിപ്പോ അളവ് കപ്പിന് തന്നെയാണ് 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു കട്ടിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാടങ്ങ് കട്ടി കൂടി പോവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസായി പോവാനും പാടില്ല. ഇതുപോലെ ഈ ഒരു കട്ടിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾക്ക് ഓരോ ഉരുളകളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഡിപ്പ് ചെയ്തതിന് ശേഷം ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുത്ത ഓരോ ഉരുളകളും ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. 2 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ ദാ ഇതുപോലെ നിറമൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ നിറമാവും. ഇതിന്റെ മഞ്ഞ നിറം മാറാത്ത രീതിയിൽ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നാടൻ രീതിയിലുള്ള മുന്തിരിക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഈ മുന്തിരിക്കൊത്തിന്. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എത്ര നാൾ വേണമെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. നമ്മൾ തേങ്ങ മാത്രം വറുത്തെടുക്കുന്ന സമയത്ത് ഒരു ഗോൾഡൻ നിറമായിട്ട് വറുത്തെടുക്കുക. എങ്കിലും നമുക്ക് മാസങ്ങളോളം ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ മുന്തിരിക്കൊത്ത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്